വിശിഷ്ട വ്യക്തികൾ, സഹോദരങ്ങളെ, ഈ നട്ടുച്ച സമയത്ത് സുദീർഘമായ ഒരു പ്രസംഗം ചെയ്ത് നിങ്ങളെ ഇരുത്തുന്നത് ശരിയല്ല. എനിക്ക് 3-4 പരിപാടി ഇനിയും ഉണ്ട് താനും. കാസർഗോഡിന്റെ അങ്ങേ അറ്റം വരെ എത്തണം. അതുകൊണ്ട് കാര്യം ഗ്രഹിക്കാൻ മാത്രം നിങ്ങളൊക്കെ കേട്ടു മനസ്സിലാക്കി. വിശുദ്ധ ഖുർആൻ അത് ഇവിടെ മുസ്ലിം സമുദായത്തിനോട് മാത്രമുള്ള നിർദ്ദേശമല്ല നൽകുന്നത്. മനുഷ്യനായി ജീവിക്കാൻ എന്തെല്ലാം വേണം എന്ന് വിശുദ്ധ ഖുർആൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ആ ഖുർആനിന്റെ നിർദ്ദേശം അനുസരിച്ച് നമ്മൾ ജീവിക്കുകയാണ് എങ്കിൽ ഇവിടെ സമാധാനം ഉണ്ടാകും. മുസ്ലിം സമുദായം ഉറച്ച് വിശ്വസിക്കുന്നത് അള്ളാഹുവിന്റെ മതം ഇസ്ലാം മാത്രമാണ് എന്ന് ഉറച്ച് വിശ്വസിക്കുന്നു. അതേസമയത്ത് ഓരോ വ്യക്തിക്കും സ്വാതന്ത്ര്യമുണ്ട് അവർ ഏത് മതവും സ്വീകരിക്കാൻ. ഈ സ്വാതന്ത്ര്യമനുസരിച്ച് ആർ ഏത് മതം സ്വീകരിച്ചാലും അവരോടെല്ലാം മാനുഷികമായ ബന്ധം സ്ഥിരപ്പെടുത്തുകയും മനുഷ്യത്വം കാണിക്കുകയും ചെയ്ത് ജീവിക്കണമെന്നാണ് ഇസ്ലാം നിർദ്ദേശിച്ചിട്ടുള്ളത്. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹ് ലിൻത ലഹും. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു, ഓ മുഹമ്മദ് നബിയെ, തങ്ങൾ അള്ളാഹുവിന്റെ റഹ്മത്തായ കാരണം കൊണ്ട് ലിൻത ലഹും ജനങ്ങളോട് വളരെ വിനയത്തിലാണ് ബന്ധപ്പെട്ട് ജീവിക്കുന്നത്. വലൗ കുന്ത ഫളൻ ഗലീദൽ ഖൽബി, മറിച്ച് തങ്ങൾ ഒരു ഭീകര തീവ്രവാദിയോ പ്രവർത്തകനോ ആയിരുന്നു എങ്കിൽ, അല്ലെങ്കിൽ കടുത്ത മോശമായ സ്വഭാവമുള്ള ഒരാളായിരുന്നു എങ്കിൽ, ലം ഫളൂ മിൻ ഹൗലിക, ജനങ്ങളെ തങ്ങളെ മുമ്പിൽ കിട്ടുമായിരുന്നില്ല, ജനങ്ങളെല്ലാം വിട്ടുപോകുമായിരുന്നു. അങ്ങയുടെ വിനയവും അങ്ങയുടെ സൽസ്വഭാവവും അങ്ങയുടെ സഹിഷ്ണുതയും അതാണ് ഇസ്ലാമിലേക്ക് ആളുകൾ അടുത്തു വരാനുള്ള കാരണമെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഖുർആൻ ഈ രാജ്യത്തുള്ള മുഴുവൻ ജനങ്ങൾക്കും മാർഗദർശനം നൽകുന്നതും സത്യം കാണിച്ചു കൊടുക്കുന്നതും ആണ്. മുസ്ലിം സമുദായം ആ ഖുർആനിനെ പൂർണ്ണമായി അനുസരിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ മറ്റ് സമുദായങ്ങൾ തമ്മിലുള്ള സംഘട്ടനമോ വിരോധമോ ഉണ്ടാവുകയില്ല. നമ്മുടെ ന്യൂ ജനറേഷൻ, പുതിയ വിദ്യാർത്ഥികൾ, പുതിയ തലമുറ, അവർക്ക് പ്രത്യേകമായ അറിവ് നാം കൊടുക്കാത്ത പക്ഷം അവർ അങ്ങേയറ്റം വഴി പിഴച്ചു പോകും. നമ്മളിന്ന് അൽഹംദുലില്ലാഹ് എല്ലാ വിദ്യാഭ്യാസങ്ങളും കൊടുത്തുകൊണ്ട് നിരവധി സ്ഥാപനങ്ങൾ നടത്തുന്നു. ബഹുമാനപ്പെട്ട മർഹൂം നൂറുൽ ഉലമ ഉസ്താദ്, അല്ലാഹു അവരുടെ ദർജനെ ഏറ്റിക്കൊടുക്കട്ടെ, മഹാനവരികൾ സ്ഥാപിച്ച് നടത്തി വന്ന ജാമിയ സഅദിയയുടെ സമ്മേളനം അടുത്ത മാസം 14-ാം തീയതി സമാപിക്കും. ഈ ജാമിയ സഅദിയ നിങ്ങൾ പോയി നോക്കിയാൽ അവിടെ
പരിശുദ്ധ ഖുർആൻ പഠിക്കുന്ന, പാരായണം ചെയ്യാൻ പഠിക്കുന്ന, തജ്വീദ് പഠിക്കുന്ന ഹാഫിദീങ്ങൾ ഉണ്ട്. പരിശുദ്ധ ഖുർആനിന്റെ അർത്ഥം പഠിക്കുന്ന പണ്ഡിതന്മാരുണ്ട്. അതോടൊപ്പം ഭൗതികമായ വിദ്യയിൽ ഉന്നത വിദ്യ നേടുന്ന ആളുകൾ ഉണ്ട്. അത് തന്നെ നമുക്ക് ലക്ഷ്യമാണ്. പണ്ഡിതന്മാരിവിടെ ഒരിക്കലും ഭൗതിക വിദ്യാഭ്യാസത്തിന് എതിരല്ല. മതഭൗതിക സാങ്കേതിക സമന്വയ വിദ്യാഭ്യാസം, അതാണ് ജാമിയ സാജിയയിൽ നടക്കുന്നത്. അതാണ് 20,000-ലധികം കുട്ടികൾ പഠിക്കുന്ന മർക്കസ് സഖാഫത്തി സുന്നിയയിൽ നടക്കുന്നത്. അത് തന്നെയാണ് നമ്മുടെ കീഴിൽ നടക്കുന്ന മുഴുവൻ സ്ഥാപനങ്ങളിലും ഉള്ളത്. ഇപ്പോൾ ഞങ്ങൾ പുതുതായി സഖറത്തുൽ ഖുർആൻ എന്ന ഒരു പദ്ധതി ആരംഭിച്ചിട്ടുണ്ട്. ഫ്ലവർ, ഖുർആനിലെ ഫ്ലവർ, പുഷ്പം എന്ന് പറയുന്ന സഖറത്തുൽ ഖുർആൻ 3 വയസ്സുള്ള കുട്ടികളെ ഖുർആൻ പഠിപ്പിക്കാൻ തുടങ്ങി. അൽഹംദുലില്ലാഹ്, പരീക്ഷണാർത്ഥം ഏതാനും സ്ഥാപനങ്ങൾ ഞങ്ങൾ നടത്തി നോക്കിയപ്പോൾ വൻ വിജയമാണ്. ആ കുട്ടികൾ ഒരു കൊല്ലം കൊണ്ട് 5 ജുസ്ഉ പാടാക്കി കഴിയുകയാണ്. കൂടാതെ മറ്റ് വിദ്യാഭ്യാസവും അവർക്ക് നൽകുന്നു. ഇപ്പോൾ ഇതിന്റെ വിജയം കണ്ട് ഓഫ് ക്യാമ്പസുകളായി നടത്താനുള്ള അപേക്ഷകൾ ധാരാളം വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇവിടെയുള്ള കാരണവന്മാരോടും മറ്റെല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പ്രചോദനം നൽകണം. 1, 2, 4 വ്യക്തികൾ മുമ്പോട്ട് വന്ന് ഇതുപോലുള്ള സ്ഥാപനങ്ങൾ കൊണ്ടുവരുമ്പോൾ അതിന് പാരവെക്കാതെ, അതിന്റെ പേരിൽ ആരോപണങ്ങൾ ഉന്നയിക്കാതെ എല്ലാവരും സഹകരിക്കുക, എല്ലാവരും ഇതിന് ഒത്താശകൾ കാണിക്കുക. പണം കൊടുക്കാൻ കഴിയുന്നവർ കൊടുക്കുക. TC മുഹമ്മദ് ഹാജി ഇപ്പൊ 15 ഏക്കറോ 15 സെന്റോ 15 സെന്റ് ഇപ്പോ 1 ഏക്കർ സ്ഥലം, അൽഹംദുലില്ലാഹ്, 1 ഏക്കർ സ്ഥലം, വലിയ വിലയുള്ള സ്ഥലം. അല്ലാഹു തആല അദ്ദേഹത്തിന് ബർക്കത്ത് കൊടുക്കട്ടെ. ഇനിയൊരു സ്കൂൾ വേണമെങ്കിൽ 1 ഏക്കർ കൂടി നമ്മൾ വൈകൊടുത്ത് വാങ്ങുമ്പോഴോ എല്ലാം കൂടി അദ്ദേഹത്തിന് കൊണ്ടാക്കാനാവില്ലല്ലോ. ചെറിയൊരു കാശ് കൊടുത്തിട്ട് നമുക്ക് വാങ്ങാം. അങ്ങനെ നല്ല സ്കൂൾ വേണം. പിന്നെ അവസാനം കേൾച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. സ്കൂളിലൊക്കെ കൊണ്ട് വരുമ്പോ വില കൂടും. അപ്പൊ വില കൂടുമ്പോ കിട്ടൂല, ഇപ്പൊ തന്നെ വാങ്ങിക്കളയണം. അദ്ദേഹത്തിന് നമ്മൾക്കെല്ലാം ദുന്യാവിനും ആഖിറത്തിനും അല്ലാഹു തആല ഖൈർ നൽകട്ടെ. ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ കൂടെ തന്നെ മരണം വരെ ഖാദിമിനെ പോലെ നടന്ന ആളാണ് TC മുഹമ്മദ് ഹാജി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൽ ആ ഒരു അടയാളം ഇപ്പോഴും ഉണ്ട്. ആലിമീങ്ങളെയും സയ്യിദന്മാരെയും പ്രിയം വെക്കുക. അതുപോലെ എല്ലാവരും ഉലമാഇനെയും സയ്യിദന്മാരെയും സാദാത്തുക്കളെയും എല്ലാം ബഹുമാനിച്ച് ആദരിച്ച് നമ്മൾ പരസ്പര സൗഹൃദവും പരസ്പര സ്നേഹവും കാണിച്ചുകൊണ്ട് ജീവിക്കുകയും മതഭൗതിക സാങ്കേതിക സമന്വയ വിദ്യാഭ്യാസത്തിന്റെ പദ്ധതികൾക്ക് പ്രത്യേകമായി ഊന്നൽ നൽകുകയും ചെയ്യണം. ധാർമ്മിക ബോധം വളർത്തിയെടുക്കാത്ത പക്ഷം മറ്റെത്ര വിദ്യാഭ്യാസമുണ്ടായിട്ടും ഫലമില്ല. ധാർമ്മികമായ ബോധം നമ്മളുടെ ചെറുപ്പക്കാർക്ക് കൊടുക്കണം. അത് ചെറുപ്പത്തിൽ തന്നെ വളർത്തിയെടുക്കണം. എങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ആ നിലക്ക് വളർത്തിയെടുക്കാനും ഇത് വിപുലീകരിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്തു തരുമാറാകട്ടെ. ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ എല്ലാവർക്കും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇതിന് സംഭാവന നൽകിയവർക്ക് അല്ലാഹു ഖൈറും ബർക്കത്തും ആഫിയത്തും നൽകട്ടെ. അതുകൊണ്ട് ഒരു 10 ആളിപ്പോൾ ഒരു ചെറിയ സംഭാവന പറഞ്ഞാൽ എനിക്കൊരു സന്തോഷമായിരുന്നു. കെട്ടിടം വേണ്ടേ? കെട്ടിടത്തിന് 1 കോടി റുപ്യാന്ന് പറഞ്ഞാൽ 1 കോടിയൊന്നും മതിയാവില്ല. എടുത്തു നോക്കുമ്പോ തിരിയും. എന്നാലും 1 കോടിക്ക് 10 ലക്ഷം പോലാണ് പറഞ്ഞാൽ പിന്നെ ബാക്കി മതിയാവും.
ആരുണ്ടോ 10 ലക്ഷം പറയാൻ? 10,000 ഉണ്ട് അല്ലേ? മതിയായി. അള്ളാ, കുഞ്ഞബ്ദുള്ള പട്ടേലുടെ മകൻ CH അബ്ദുറഹീം അബൂദാബി. അള്ളാ, കുഞ്ഞബ്ദുള്ള പട്ടേലെടുക്ക് അള്ളാഹു താല ദർജയേറ്റി കൊടുക്കട്ടെ, അവർക്ക് മൗഫിറത്ത് കൊടുക്കട്ടെ. മകൻ അള്ളാഹു താല വലിയ സ്ഥാനവും നല്ല ബർക്കത്തും ഏറ്റി കൊടുക്കട്ടെ. 1 ലക്ഷം രൂപ. നൗഷാദ് മൗലവി ചെറുവത്തൂർ ഷാർജ 50,000 രൂപ. അള്ളാഹു താല ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ, അള്ളാഹു ഖൈർ ചെയ്യട്ടെ. അജ്മാൻ ഷെയ്ഖ് ഇബ്രാഹിം ഹാജി ഇവിടെ ഉണ്ടോ? അത് ശരി. അവിടെ വെച്ചാൻ പറ്റില്ല, അപ്പൊ ബാക്കിയതാണ്. ഇബ്രാഹിം ഹാജിക്ക് അള്ളാഹു താല ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. 2.5 ലക്ഷം. 200 സ്ക്വയർ ഫീറ്റ് 2.5 ലക്ഷം. 2.5 ലക്ഷം ഒന്നും അറിയാതെ 2.5 ലക്ഷം. അള്ളാഹു താല ബർക്കത്ത് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ്. അബ്ദുൽ ഖാദർ പിലാവളപ്പ് ബോംബെ 25,000 രൂപ. അള്ളാഹു താല ബർക്കത്ത് ചെയ്യട്ടെ. ഈ പരിപാടിയൊക്കെ അതിനുള്ളതാണ്, കൂടുതൽ പ്രസംഗിക്കാനുള്ളതല്ല. അതിനാണ് നമ്മൾ പ്രസംഗിക്കാത്തത്. ഈ പരിപാടിയൊക്കെ നമ്മൾ കാര്യത്തിൽ ഒത്തുപോകണ്ടേ. പിന്നെ ഞാനുണ്ടോ നോക്കുക. മാവില്ല കടപ്പുറം മുസ്തഫ അലി 25,000 രൂപ. അൽഹംദുലില്ലാഹ്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു ഖൈർ ചെയ്യട്ടെ. എല്ലാവരും ആമീൻ പറയണേ. നമ്മൾ ദ്വാരക്കുമോ അള്ളാഹു തആല വിഷമുള്ള രോഗത്തെ തൊട്ട് നമ്മളെല്ലാവരെയും അന്ന് കാത്തുരക്ഷിക്കട്ടെ. ക്യാൻസർ രോഗം, കിഡ്നി രോഗമൊക്കെ വർദ്ധിച്ച കാലമാണ്. അള്ളാഹു തആല അതിൽ നിന്ന് നമ്മളൊക്കെ രക്ഷപ്പെടുത്തട്ടെ. ഒരു ക്യാൻസർ രോഗി ദ്വാരക്കാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ വെള്ളം ഒതുക്കി കൊടുത്തിട്ടുണ്ട്. അള്ളാഹു തആല അവർക്ക് ശിഫ കൊടുക്കട്ടെ. കുട്ടിയില്ല, കുട്ടിയുണ്ട്. ഇൻഷാ അല്ലാഹ്. അള്ളാഹു തആല നല്ല സാലിഹായ കുട്ടിയെ കൊടുക്കട്ടെ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഉദ്ഘാടനം ആകുമ്പോഴത്തെ നമുക്ക് കുട്ടിയെയും കൊണ്ടുവരാം. അവിടെ മൂസാജി ചെറുവത്തൂർ 25,000 രൂപ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അബ്ദുൽ വഹാബ് മാവില കടപ്പ 100 സ്ക്വയർ ഫീറ്റ് 1,20,000. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ്. പോത്താങ്കണ്ട അബ്ദുസലാം 25,000. അള്ളാഹു അബ്ദുസലാമിനെ എല്ലാ ഖൈറും ചെയ്തു കൊടുക്കട്ടെ. വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് പലതരക്കും പ്രവർത്തിച്ച മഹാനായ വ്യക്തിയാണ്. അള്ളാഹു തആല അദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്യട്ടെ, കാവല് കൊടുക്കട്ടെ. അള്ളാഹുവിന്റെ അബ്ദുറഹ്മാൻ ഹാജി 50,000 രൂപ. അള്ളാഹു അദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു തആല അദ്ദേഹത്തിന്റെയും കുടുംബത്തിന്റെയും രോഗങ്ങളൊക്കെ മാറ്റി കൊടുക്കട്ടെ. 11 സ്ക്വയർ ഫീറ്റ് ഹാഷിം മാവില. അള്ളാഹു ഒന്നും പറയാൻ ഇല്ലെങ്കിൽ ബക്കറ്റിലും അല്ല തോട്ടത്തിന്റെ അത് മുറിച്ചിടുക. നിങ്ങളെ കവർ കൊടുത്തിട്ടുണ്ട്, തന്നോ? അൽഹംദുലില്ലാഹ്. സ്ത്രീകൾക്കെല്ലാം അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. നമ്മുടെ ഉമ്മ-പെങ്ങന്മാര് അവർക്കെല്ലാം അള്ളാഹു ഈമാനും ഹിദായത്തും ആഫിയത്തും എത്തി കൊടുക്കട്ടെ. നല്ല മക്കളെ കൊടുക്കട്ടെ. മക്കളില്ലാത്തവർക്ക് നല്ല മക്കളെ അള്ളാഹു കൊടുക്കട്ടെ. മക്കളുള്ളവർക്ക് അള്ളാഹു നല്ല മക്കളാക്കി കൊടുക്കട്ടെ.